നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഇലക്ഷൻ ഇന്ന് 4 മണിക്ക് വൈകുന്നേരം പ്രഖ്യാപിക്കുകയാണ്. സാർ, എന്താണ് എൻ്റെ ഒരു ബ്ലൈൻഡ് ക്വസ്റ്റ്യൻ, എന്താണ് താങ്കളുടെ ഇന്ന് നാളെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് സാർ? നാളെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ UDF ഒരു ചെറിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ വളരെ അപകടകരമാവണ്ണം BJP പിന്നെ രാജഗോപാലിന് ശേഷം നിയമസഭയിൽ വരുവാനുള്ള അപകടവും ഞാൻ മുൻകൂട്ടി കാണുന്നു. ഇനിയുള്ള സമയത്ത് മാറ്റങ്ങൾ വരാം. പക്ഷേ ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ UDF തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ വലിയ ഒരു വൻ വിജയത്തിലേക്കാണ് UDF നയി പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസത്തെ എൻ്റെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ ഒരു അരനൂറ്റാണ്ടിലെ മാധ്യമ പ്രവർത്തനത്തിന്റെയും CPM ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ഒരു വിലയിരുത്തൽ, അതിൽ സത്യസന്ധമായ വിലയിരുത്തൽ. അത് ഒരു ആഗ്രഹചിന്തയല്ല. ആഗ്രഹചിന്തയാണെങ്കിൽ ഞാൻ ഇടതുപക്ഷം ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടരുത്, സൂചി കൊത്താനുള്ള ഇടം പോലും കേരളത്തിൽ ഉണ്ടാവരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം UDFന് തിരിച്ചു വരുവാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം ഞാൻ കാണുന്നത്. അത് ഒന്ന് ചോദിച്ചോട്ടെ സാർ, താങ്കൾ അത് സമ്മതിച്ചു. പക്ഷേ ഞാൻ ഡൽഹിയിലെ മലയാളികളുടെ തന്നെ പലരും പറയായിരുന്നു, ഇടതുപക്ഷം നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഇടതുപക്ഷം ഈ പ്രാവശ്യം മൂന്നാമതും വരും എന്ന് പറയായിരുന്നു. ഒരു 2-3 മാസം മുമ്പ് വരെ ആ പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ കേട്ടത് ഒരാൾ മാത്രമാണ് അത് പറഞ്ഞത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഒരു കാരണം, ഒന്നല്ല കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇതേ ആൾക്കാർ ഡൽഹിയിലെ ഞങ്ങളുടെ മീഡിയ രംഗത്തെ പലരും കേരള ഇലക്ഷന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ഒരു AERലെ ഒരു കറസ്പോണ്ടൻറ്റ്, അദ്ദേഹം റിട്ടയറായി, എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഈ പ്രാവശ്യമെങ്കിലും നിങ്ങൾ BJPക്ക് ഒരു സീറ്റ് കൊടുക്കത്തില്ലേ, എന്താണ് നിങ്ങളത് ചെയ്യാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ചോദ്യം ഇപ്പോൾ ഉണ്ടാകാനില്ല. ഇപ്പം തൃശ്ശൂർ അവരെ പിടിച്ചു, ലോക്സഭയിലെ മെമ്പറുണ്ട്, നേരത്തെ ശ്രീ രാജഗോപാൽ വന്നിരുന്നു. സർ, ഇപ്പോൾ BJPക്ക് കേരള നിയമസഭയിലെ ഒരു 4-5 അംഗങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഡെവലപ്പ് ആയോ എന്ന് തോന്നുന്നുണ്ടോ സർ? 4-5 എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. 1-2 എന്നുള്ളതിനോട് ഞാൻ ഒരു പക്ഷെ യോജിക്കും. 4-5 എന്നുള്ളത് അധികം അവരുടെ ശക്തി അധികമായി വിലയിരുത്തലാണെന്ന് തോന്നുന്നു എൻ്റെ കണക്ക്. അത് നേമം വട്ടിയൂർക്കാവിനപ്പുറം ഒരു ത്രികോണ മത്സരത്തിൽ ജയിക്കാനുള്ള വോട്ടുകൾ, ഒറ്റയ്ക്കുള്ള വോട്ടുകൾ, അതാണ് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇനി 2 കാര്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടു കൂടി നമ്മൾ എല്ലാ കണക്കുകൂട്ടലുകളും ഇനി ഞങ്ങളുടെ ദിവസങ്ങളിൽ ഒരുപാട് മാറാനുണ്ട്. കാരണം നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചത് കള്ള വോട്ട് ചേർക്കലായിരുന്നു. അത് പിന്നീട് എല്ലാവരും സമ്മതിച്ചു. അത് പറയാൻ ഇപ്പോഴും മടിക്കുകയാണ്. തൃശ്ശൂർ പാർലമെന്ററി മണ്ഡലത്തിൽ ഒരിക്കലും വോട്ടർ അല്ലാത്ത നിരവധി പേരെ വളരെ സമർത്ഥമായി തിരികെ കയറ്റിക്കൊണ്ടാണ് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയിക്കാനായത്. 2, പണത്തിന്റെ വലിയ കുത്തൊഴുക്ക്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ BJPയുടെ അധികാരത്തിലുള്ള പണത്തിന്റെ ഇത് മാത്രമല്ല, ഓരോ ജാതി തിരിച്ച്, ഓരോ ഉപജാതി തിരിച്ച് സുരേഷ് ഗോപി നൽകിയ സംഭാവനകളുടെയും ഔദാര്യങ്ങളുടെയും ഫലം അത് പ്രകടമാവുകയും ചെയ്തു. തീർച്ചയായും ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലെ, തൃശ്ശൂരിലെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയുമുള്ള സവർണ ക്രിസ്ത്യൻ മതമേധാവികൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുവാനായി അവരുടെ അണികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതെല്ലാം പ്രകടമായിട്ടാണ് സുരേഷ് ഗോപി അന്ന് ജയിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ 2 കാര്യങ്ങളുണ്ട്. ഈ നമ്മുടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്ത ഒരു സ്കെയിലിൽ അത്ര സൂക്ഷ്മമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം ചെയ്യാൻ RSS BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല കൃത്യമായിട്ട് അവരെങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏറ്റവും ഒടുവിൽ SIRന്റെ കണക്കുകൾ പ്രകാരം പഴയ വലുതായ കൂട്ടിച്ചേർക്കലോ വലിയതായിട്ടുള്ള വെട്ടി നീക്കലോ ഉണ്ടായിട്ടില്ല SIRന്റെ കണക്ക് പ്രകാരം.
അപ്പോൾ BJPക്ക് തൃശൂർ മാതൃക ആവർത്തിക്കാനുള്ള സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതിൽ നിന്ന് അവർക്ക് പിന്നെ രണ്ട്, കേരളത്തിൽ വ്യാപകമായി ക്രിസ്ത്യൻ സഭ അല്ലെങ്കിൽ സവർണ ക്രിസ്ത്യൻ സഭ അല്ലെങ്കിൽ നസ്രാണികളുടെ സഭ, നസ്രാണികൾ ഇത്തവണ BJPക്ക് തൃശ്ശൂരിൽ ചെയ്ത പോലെ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരിൽ ഭൂരിഭാഗവും പള്ളി പറഞ്ഞാൽ അതനുസരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ അധികവും UDF തന്നെയാണ് പോകാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDF ജയസാധ്യതകൾ ഇത്തവണ കൂടുതലാണ്. കാരണം CPM തുറുപ്പ് ഷീട്ട് എന്താണ്? CPM ഏക തുറുപ്പ് ഷീട്ട് വികസനം അല്ലെ, ഏക കാര്യം. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ വികസനം മാത്രമല്ല, പാലത്തിന്റെയും റോഡിന്റെയും മാത്രം നോക്കിയല്ല മലയാളികൾ വോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ പറയുന്ന കേരള ഷൈനി വോട്ട് ചെയ്യുന്ന അങ്ങനെയല്ല രാഷ്ട്രീയം നടക്കുന്നത്. ഇത് എന്റെ അഭിപ്രായത്തിൽ CPM നേതൃത്വം പോലും ഇതിൽ അമിതമായ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. പാലങ്ങളുടെ എണ്ണം, റോഡുകൾ തുറന്നത്, കിഫ്ബിയുടെ പരിപാടികൾ. എപ്പോഴാണ് സാമൂഹ്യ മേഖലയുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്? സാമൂഹ്യ മേഖലയുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത് വളരെ അടുത്താണ്. രണ്ടാം പിണറായി സർക്കാർ. താങ്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുവരെ എന്തായിരുന്നു വികസനം? എന്താണ് പറയുന്നത്, അതിവേഗ പാതയും ഹൈവേയും ഗ്യാസ് ലൈനും കിഫ്ബിയുടെ പരിപാടികളുമായിരുന്നു. അതുമാത്രമല്ല വികസനത്തെ സംബന്ധിച്ചുള്ള എന്താണ് നമ്മളുടെ ഈ വലിയ വൻ പദ്ധതികൾ മാത്രം കാണിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാക്ഷരരായ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുകയില്ല. കേരളത്തിലെ ഒരു അർത്ഥത്തിൽ ഏക ഷീട്ട് ഞാൻ വീണ്ടും പറയുകയാണ്. വേറെ ഒന്നും CPM ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ കഴിയുമോ? കൃത്യമായ RSSനോടും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള പോരാളികളുടെ ഒരു മുഖം അവർക്കുണ്ടോ? സ്റ്റാലിനോ മമതയ്ക്കോ ഉള്ള മുഖമുണ്ടോ? ന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ട്? അതാണ് ഞാൻ പറയുന്നത്. BJPയുടെ വികസന അജണ്ട മേളിലൊരു കേരള വികസന അജണ്ട CPM കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ അതിദരിദ്രരെ കേരളത്തിൽ ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല, വെൽഫെയർ സ്റ്റേറ്റിൽ വിശ്വസിക്കുന്ന ലോകത്തിലെ എല്ലാവർക്കും എന്താണ് സുഖപ്രദമായ ഒരു ന്യൂസാണ്. അതിനെപ്പറ്റി ഈ ഇലക്ഷൻ അവർ പറയുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം കൂടെ ഞാൻ കാണുന്നു. ഇല്ല, അതവർ പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമായി പറയുന്നത് ഈ പറയുന്ന വൻ പദ്ധതികൾ, കണ്ണിഞ്ചിപ്പിക്കുന്ന പരിപാടികൾ, ഡ്രോണിൽ പടമെടുത്ത് കാണിക്കാവുന്ന പരിപാടികൾ, അതായത് സ്വകാര്യ പരസ്യ ഏജൻസിക്ക് പ്രദർശിപ്പിക്കാവുന്ന പരിപാടികൾ. ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന് വികസനം, രണ്ട് പ്രചരണം. ഇത് രണ്ടുമാണ് CPIM നേതൃത്വത്തിലെ സർക്കാർ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉപയോഗിക്കുന്നത്. മൂന്ന് അത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. പിണറായി വിജയന്റെ നേതൃത്വം ഒരു രണ്ട് തരത്തിലാണ് ബാധിക്കുക. ഒന്ന്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ വോട്ട് വരും. അതേപോലെ അദ്ദേഹത്തെ അത്ര തന്നെ ശത്രുതയോടുകൂടി കാണുന്ന ഒരു വോട്ടർ വിഭാഗവുമുണ്ട്. അപ്പോൾ അത് പിണറായി വിജയന്റെ നേതൃത്വം, ക്യാപ്റ്റൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പിണറായി വിജയൻ ഉണ്ടോ എന്ന് BJPയോടും കോൺഗ്രസിനോടും ചോദിക്കാൻ ന്യായമായ അവകാശമുണ്ട്. പക്ഷേ അതിന് ഒരു വിലയും കൊടുക്കേണ്ടി വരും ഇന്നത്തെ സാഹചര്യത്തിൽ. ഇതാണ് ഞാൻ കാണുന്നത്. 81 വയസ്സായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. 81 വയസ്സായി CPM തന്നെ 75 കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണം എന്നുള്ള ഒരു ഇതുള്ളപ്പോൾ മൂന്നാമതും അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു, താങ്കൾ പറഞ്ഞ പോലെ ഒത്തിരി ശത്രുക്കളും ഉണ്ടാക്കുന്ന ഒരു അദ്ദേഹമാണ് അദ്ദേഹം. അപ്പൊ അത് തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഡിഫീറ്റിസ്റ്റ് മെന്റാലിറ്റി അല്ലേ? വേറൊരാള് സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ് അതുപോലെ വരുന്നില്ല എന്നുള്ളത് തന്നെ CPM ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നത് ഒരു മൈനസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും. കാരണം സഖാവ് പിണറായി വിജയനെ രണ്ട് തരത്തിലാണ് ഇന്ന് പൊതുജനങ്ങൾ കാണുന്നത്. ഒന്ന്, വളരെ സമർത്ഥനും സമർത്ഥനും ആജ്ഞാശക്തിയുമുള്ള ഒരു പിതൃബിംബം. അതായത് നമ്മൾ കോവിഡിന്റെ കാലത്തൊക്കെ കണ്ട പോലത്തെ ഒരു പിതൃബിംബം. അത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷവും അതിന് മറ്റുള്ളവരും. രണ്ട്, അദ്ദേഹത്തെ കാണുന്ന ഒരു ഏകാധിപതി. സ്വന്തം
അഭിപ്രായങ്ങൾ സ്വന്തം പാർട്ടിക്ക് പോലും സ്വന്തം അഭിപ്രായങ്ങൾക്കപ്പുറം പോകാൻ അനുവദിക്കാത്ത ഒരു ഏകാധിപതി. ഈ രണ്ട് പ്രതിച്ഛായകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത്. മറ്റൊന്ന്, ഈ പറയുന്ന ഇതേ പിണറായി വിജയന്റെ കീഴിൽ ഉണ്ടായിട്ടുള്ള കണ്ണിഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ. കാരണം ഇത്തവണ കോവിഡ് ഇല്ല, താങ്കൾ ഈ പറയുന്ന പോലെ 64,000 പേരെ പട്ടിണിക്കാരെ മാറ്റി എന്നുള്ളത് ഒരു വലിയ സമൂഹത്തിൽ അത് മൊത്തം ഇന്ത്യയുടെയും ലോകത്തിന്റെയും പരിസ്ഥിതിയിൽ അത് നല്ല കാര്യമാണ്. അത് ഒരു നല്ല മനുഷ്യ സ്നേഹിക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതിന് കേരള സർക്കാരൊന്നും വേണ്ട. 64,000 കുടുംബങ്ങൾക്ക് ചോറും ശുശ്രൂഷയും കൊടുക്കാൻ ഒരു നല്ല മുതലാളി മതി കേരളത്തിൽ. യൂസഫ് അലിയോ അല്ലെങ്കിൽ മതി. അതിന് കേരള സർക്കാരും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അത്ര ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേകിച്ച് അഹങ്കരിക്കാനൊന്നുമില്ല. അത് പൊതിച്ചോറ് കൊടുക്കുന്നു. അത് പൊതിച്ചോറ് ആർക്കൊക്കെ കൊടുക്കാം. DYFയ്ക്കും കൊടുക്കാം, സേവാഭാരതിക്കും കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മഹലിനും കൊടുക്കാം. അപ്പൊ അതൊന്നും ഒരു കേരളത്തിലെ ഒരു പ്രധാന നിശ്ചയിക്കുന്ന ഘടകമായി മാറാൻ പോകുന്നില്ല. ഇവിടെ യഥാർത്ഥ പ്രശ്നം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പിണറായി വിജയന്റെ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ രാഷ്ട്രീയ വിഷയമാണ്, ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. രണ്ട്, അവരുടെ വികസന CPM-ന്റെ നേതൃത്വത്തിലുള്ള വികസനത്തിന്റെ അതിനൊരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തും. ഇത് രണ്ടുമാണ് മുഖ്യമായി. പിന്നീട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ധ്രുവീകരണം, CPM-നെതിരെ മുസ്ലിം വോട്ടർമാരുടെ ധ്രുവീകരണത്തിൽ അയവുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊരു യഥാർത്ഥ പ്രശ്നമാണ്. എങ്ങനെ മുസ്ലിം വോട്ടർമാർ ലോക്സഭയ്ക്ക് വോട്ട് ചെയ്ത പോലെ കൂട്ടത്തോടെ UDF-ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമോ എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം BJP-യിൽ നിന്ന് തിരിച്ച് UDF-ലേക്ക് അവരുടെ വോട്ടുകൾ മാറ്റിയോ എന്ന പ്രശ്നം. ഇങ്ങനെ 4 മെഗാ ട്രെൻഡുകളാണ് തീരുമാനിക്കാൻ പോകുന്നത്. ബാക്കിയെല്ലാം ചപ്പടാച്ചിയാണ്, തെരഞ്ഞെടുപ്പിന്റെ അനൗൺസ്മെന്റ് ഇഫക്റ്റുകളാണ്, അന്തർധാരയായി പ്രവർത്തിക്കുന്നത്. ഒന്ന് പിണറായി, വികസനം, ക്രിസ്ത്യൻ, ന്യൂനപക്ഷ വോട്ട്. ഈ 4 കാര്യങ്ങളായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. അതാണ് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇനി നാളെ ഈ വ്യാപകമായ തെരഞ്ഞെടുപ്പ് കൃത്രിമം RSS BJP നടത്തിയാൽ ഫലം മറ്റൊന്നായേക്കാം. ഇത്തരത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പിനോട് കാണിക്കുന്ന വിമുഖത, വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ പ്രധാനമായിരിക്കാം. പിന്നെ ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഈ കോൺഗ്രസിന്റെയൊക്കെ കോൺഗ്രസിൽ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിന് ഒരു ഏകീകൃത നേതൃത്വമില്ല. നല്ലതോ ചീത്തയോ ആകട്ടെ, പിണറായി വിജയൻ CPM-ന്റെ നേതാവാണ്, ജയിച്ചാൽ വീണ്ടും മുഖ്യമന്ത്രിയാണെന്നുള്ള ഉറപ്പ് വോട്ടർമാർക്കുണ്ട്. ഇത് നമുക്കിപ്പോഴും അറിഞ്ഞില്ല. ഇപ്പൊ സുധാകരൻ പോലും പാർലമെന്ററി MP സ്ഥാനം രാജിവെച്ച് കണ്ണൂർ നിൽക്കണം എന്ന് പറയുന്നത് എന്താണ്? വെറുതെ നിൽക്കാനല്ല, MLA ആവാനല്ല അദ്ദേഹം പറയുന്നത്, മന്ത്രിയായിരിക്കാനല്ല പറയുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടാണ് കാണുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയില്ലേ? അപ്പൊ എത്ര മുഖ്യമന്ത്രിമാർ? KC വേണുഗോപാൽ ഭാഗ്യത്തിന് അവിടെ അടുക്കളകളിലൊക്കെ പോയി ആദ്യം നിൽക്കാമെന്ന പരിചയത്തിൽ ചമ്മന്തിയും കഞ്ഞിയും ഒക്കെ നോക്കി ആലപ്പുഴയിൽ നടന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാനില്ല. എന്നാലും എത്ര പേർ ബാക്കി? ചെന്നിത്തല അവിടെ നിൽക്കുന്നില്ലേ? അദ്ദേഹം മത്സരിക്കുന്നില്ലേ? ഇനി സുധാകരനെ മത്സരിക്കാൻ അനുവദിച്ചാൽ അതില്ലേ? സതീശൻ അവിടെ സ്ഥാനാർത്ഥിയായി സ്വയം കാണുന്നില്ലേ? ഇനി കടൂർ പ്രകാശ്, അതിന്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നു താങ്കൾക്ക്. വേറൊരു കാര്യം, താങ്കൾ ഡൽഹിയിലുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു കാര്യം ഞാൻ പറയാം. ഞാനും ജോലി ചെയ്തുകൊണ്ട് കേരളത്തിലെ MP-മാർക്ക് ഡൽഹിയിൽ ശോഭിക്കാൻ കഴിയുന്നില്ല. അവരവിടെ ആരുമല്ല എന്ന് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. ഒരേ ഒരു കാരണം, ദേശീയ രാഷ്ട്രീയത്തെ പറ്റി അവർക്ക് ഒരു പങ്കുമില്ല. പിന്നെ മാത്രമല്ല, ലാംഗ്വേജ് ഇംഗ്ലീഷോ ഹിന്ദിയോ ശരിയാമണ്ണം. പക്ഷെ അതല്ലല്ലോ പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അത് കഴിവുള്ളവർ അവർ ഷൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പറയാം, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, CM സ്റ്റീഫൻ, KP ഉണ്ണികൃഷ്ണൻ, ഇനി ഞാൻ പറയുന്നത് എത്ര പേര്, AK ഗോപാലൻ. നിങ്ങൾ എന്തിനാണ് വേറെ അന്വേഷിക്കുന്നത്? കേരളത്തിന്റെ ഏറ്റവും നല്ല ഉജ്ജ്വലമായ കമ്മ്യൂണിസ്റ്റ് മാതൃകയായ AK ഗോപാലൻ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നില്ലേ നെഹ്റുവിനോടൊപ്പം? ഇതെല്ലാം എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് AK ഗോപാലൻ ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പൊ അതാണ് ദേശീയ രാഷ്ട്രീയത്തെ പറ്റി. അതുകൊണ്ട് മാത്രമല്ല ഇന്നത്തെ MP-മാർ പിഗ്മികളാണ്, രാഷ്ട്രീയ പിഗ്മികൾ. ഈ രാഷ്ട്രീയ പിഗ്മികൾക്ക് ഡൽഹിയിൽ വന്നാൽ ഒരു ആകെ പറയുന്ന എന്താ പറയുന്ന ഒരു പിടിയുമില്ല.
അവർക്ക് പാർലമെന്റിനകത്തുള്ള അവതരണത്തിലൂടെ ശ്രദ്ധ നേടാൻ കഴിയുന്നില്ല. അതിന് കഴിയുന്നത് ശശി തരൂർ ഉണ്ടല്ലോ. ശശി തരൂരിന് എന്താണ് ഇനി വേണ്ടത്? മലയാളത്തിൽ നിന്ന് മലയാളി കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുക്കുന്നു, 3 വട്ടമായി നിറഞ്ഞു നിൽക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഈ പറയുന്ന സുധാകരൻ, അടൂർ, സുരേഷ്, മറ്റേ നിരവധി കോൺഗ്രസ്സുകാർ ഇപ്പോൾ പാർലമെന്റ് 4 പേരോളം എനിക്ക് തോന്നുന്നു അവര് പാർലമെന്റ് എന്തൊരു നാണക്കേടാണ്. ഇനിയും 4 പാർലമെന്ററി അപ്പൊ ഇത് കാണിക്കുന്നത് അപകർഷ ബോധം. കേരളത്തിൽ വിലസുന്നത് പോലെ ഡൽഹിയിൽ വിലസാൻ കഴിയുകയില്ല എന്നുള്ള അപകർഷ ബോധത്തിൽ നിന്നാണ് ഇപ്പോൾ പാർലമെന്റ് വേണ്ട, ഞങ്ങൾക്ക് മന്ത്രിയായാൽ മതി എന്ന് കോൺഗ്രസ് നേതൃത്വം ബഹളം കൂട്ടുന്നത്. അത് അവർക്ക് വലിയ രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയല്ലേ സാർ CPM-ലെ ഡിസിഡൻസ് സുധാകരൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഉള്ള ആൾക്കാർ, ഇത് രണ്ടു കൂട്ടർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് CPM ആവശ്യപ്പെടുന്നില്ലല്ലോ. CPM ഇപ്പോ കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെടുന്നില്ലല്ലോ. എനിക്ക് അദ്ദേഹം സ്പീക്കർ ആയിരുന്നയാളല്ലേ, അദ്ദേഹം എനിക്ക് എന്റെ പാർലമെന്റ് സീറ്റ് രാജിവെച്ച് എനിക്ക് മത്സരിക്കണമെന്ന് പറയുന്നില്ലല്ലോ. CPM-ലാരും പറയുന്നില്ല. കോൺഗ്രസിന്റെ തലയ്ക്ക് തന്നെ വെച്ചാൽ മതി. CPM അങ്ങനെ പാർലമെന്ററി അത് രണ്ട് പാർട്ടികൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പ്രശ്നങ്ങൾ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. 2 പാർട്ടികൾക്കും അല്ല, എല്ലാ പാർട്ടികൾക്കും പ്രശ്നമുണ്ട്. പക്ഷെ ഈ പ്രശ്നം കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ. നേതൃത്വത്തിലെ അനൈക്യം കോൺഗ്രസിന്റെയും UDF-ന്റെയും മാത്രം പ്രശ്നമാണ്, അല്ലെന്ന് ചെറിയാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇത് കേൾക്കുന്നവർ വിശ്വസിക്കില്ല. അല്ലെന്ന് ആരും പറയുന്നില്ല സാർ. അത് ആരുടെയും വ്യക്തമാകാൻ എനിക്ക് ആഗ്രഹമില്ല. കോൺഗ്രസിന്റെ ആയാലും UDF-ന്റെ ആണെങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവർ തന്നെ അവരുടെ ഫലങ്ങൾ നമ്മൾ ഒബ്സർവേഴ്സ് ആണ്. അങ്ങനെ ആരുടെയും ദയാദാക്ഷിണ്യത്തിലല്ല നമ്മൾ ഇതൊക്കെ നമ്മളല്ല ഞാൻ പറയുക. അങ്ങനെ CPM-നും പ്രശ്നം, ഈ പ്രശ്നമില്ല. CPM-ന് വേറെ പ്രശ്നം. എല്ലാ പാർട്ടികൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. CPM-ന് പ്രശ്നമുണ്ട്. രണ്ട് സുധാകരന്മാർ പ്രശ്നമല്ലേ? G സുധാകരനും K സുധാകരനും. പക്ഷെ അതിന് രണ്ടും മറികടക്കുന്ന സാർ അടുത്ത 2 ആഴ്ചത്തെ എങ്ങനെ പ്രചരണം പോകും എന്നുള്ള എന്തൊക്കെയാണ് പുതിയ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ വോട്ടേഴ്സ് എടുക്കും എന്നുള്ള വിഷയം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.